അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈയുടെ വീഡിയോയുമായിട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 10-15 ചെറിയ ഉള്ളിയാണ് അരിഞ്ഞെടുത്ത് അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും ഒരേ തള കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10-15 നട്ട്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളി ഞാനിവിടെ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 3/4 കിലോ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിയിൽ മസാല ആവുമ്പോഴാണ് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. പകുതി വേവായി മറിച്ചിട്ടതിന് ശേഷം ബാക്കി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കണം. എങ്കിലേ നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആകെ ആയത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഒത്തിരി വെളിച്ചെണ്ണയുടെ ആവശ്യവുമില്ല. നമുക്ക് ഇതിലോട്ട് വറ്റൽമുളക് ക്രഷ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇത്തിരി നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫാണ്. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള എണ്ണയെല്ലാം കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല മൊഞ്ചുള്ള ബീഫ് ഫ്രൈ ആണ്. കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ ഫ്രൈ എങ്ങനെയുണ്ടെന്ന് കാണിക്കാമെന്ന ആൾ ആ പീസും കൊണ്ട് അതോടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് മോളാണ് പിന്നെ അത് കാണിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ബീഫാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.